കോഴിക്കോട് മേപ്പയ്യൂർ പഞ്ചായത്തിലെ പുറക്കാമലയിൽ കരിങ്കൽ ക്വാറി ഖനനത്തിനെതിരെ നാട്ടുകാർ നടത്തുന്ന സമരം ശക്തമാവുന്നു. വിഷയത്തിൽ പുറക്കാമല സംരക്ഷണ സമിതി നൽകിയ ഹർജിയിൽ 3 ആഴ്ചത്തേക്ക് ഖനന പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതി സ്റ്റേ നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു കാലത്തും പുറക്കാമല ഇല്ലാതാക്കുന്ന ക്വാറി പ്രവർത്തനം പ്രദേശത്ത് അനുവദിക്കില്ല എന്നാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. ഈ ഒരു റിപ്പോർട്ട് കൂടി കണ്ടുകൊണ്ട് ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർത്തിയാവുകയാണ്. ശേഷം ഹലോ മലയാളം കാണാം. നമസ്കാരം. കോഴിക്കോട് ജില്ലയിലെ മേപ്പയൂർ ഗ്രാമപഞ്ചായത്തിലെ കീഴരിയൂരിലെ പുറക്കാമല ഈ നാട്ടുകാർക്ക് കേവലം ഒരു കരിങ്കൽക്കുന്ന് മാത്രമല്ല, അതവരുടെ ജീവിതത്തിന്റെ കൂടി ഭാഗമാണ്. അവർക്കത് വെള്ളവും അന്നവും തരുന്ന പ്രകൃതി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കുന്നും പാടവും ഇല്ലാതാക്കുന്ന ഏത് പദ്ധതിയെയും ഇന്നാട്ടുകാർ ഒറ്റക്കെട്ടായി തള്ളിക്കളയും. സർക്കാരിന്റെ റവന്യൂ പുറംപോക്ക് പാറ ഉൾപ്പെടുന്ന കുന്നിൻ പ്രദേശം ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് വ്യാജരേഖകളുണ്ടാക്കി സ്വകാര്യ വ്യക്തി കൈക്കലാക്കുകയായിരുന്നു എന്നാണ് സമരസമിതി ആരോപിക്കുന്നത്. നല്ല ശുദ്ധജലം കിട്ടുന്ന ഒരു കിണർ ഈ മലയ്ക്ക് മുകളിലുണ്ട് എന്നത് വളരെ അത്ഭുതകരമാണ്. ആ ജലസ്രോതസ്സുമായി ബന്ധപ്പെട്ടാണ് ഈ സമീപ പ്രദേശത്തെ ആളുകളെയൊക്കെ കുടിവെള്ളം ഈ കരുവോട് ചിറയിലെ ജലത്തെയും നിയന്ത്രിക്കാൻ ഈ മലയ്ക്ക് സാധിക്കുന്നുണ്ട്. ഈ മല നശിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രദേശം നശിക്കുക എന്നതാണ്. മാത്രമല്ല, കുടിവെള്ള പദ്ധതിയായി ബന്ധപ്പെട്ട് മേപ്പയൂർ ചെറുണ്ണൂർ പഞ്ചായത്തുകളിലെ പദ്ധതിയുടെ ഭാഗമായ ടാങ്കുകൾ പ്രവർത്തിക്കുന്നത് ഈ മലയുടെ മുകളിലാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ ജലനിധിയുടെ ഭാഗമായ ചെറുണ്ണൂർ പഞ്ചായത്തിൻ്റെ ടാങ്ക് അവിടെ നിർമ്മിക്കാനാവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ഈ സാഹചര്യങ്ങളൊക്കെയാണ് ഞങ്ങളൊരു സമരത്തിലേക്ക് നയിച്ചത്. പുറക്കമലയ്ക്ക് താഴെയുള്ള 200-ലധികം കുടുംബങ്ങളുടെ കുടിവെള്ള സ്രോതസ് കൂടിയാണ് ഈ മല. മാത്രവുമല്ല, താഴ്വാരത്തിലുള്ള ഹെക്ടർ കണക്കിന് നെൽവയലുകൾ ജലസമൃദ്ധമായിരിക്കുന്നതും പുറക്കാമലയുടെ ജൈവശേഷി കൊണ്ടാണ്. വിഷയത്തിൽ സമരസമിതി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് മാർച്ച് 10 മുതൽ 3 ആഴ്ചത്തേക്ക് ഹൈക്കോടതി ഖനന പ്രവർത്തന നടപടികൾക്ക് സ്റ്റേ നൽകിയിട്ടുണ്ട്. എന്നാൽ സ്റ്റേ കാലാവധി കഴിഞ്ഞാലും പുറക്കാമലയിൽ ക്വാറി പ്രവർത്തനം അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാരും സമരസമിതിയും. ഈ പുറക്കാമല സംരക്ഷിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു ആവാസ വ്യവസ്ഥ എന്നുള്ള നിലയ്ക്കാണ്. അവരുടെ കുടിവെള്ളം, അവരുടെ ശുദ്ധവായു, അവരുടെ മറ്റ് ജീവിത ഘടകങ്ങളെല്ലാം ഉൾച്ചേർന്നിട്ടുള്ള ഒരു ആവാസ പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഈ മല. ഒട്ടനവധി വംശനാശം നേരിടുന്ന ജീവജാലങ്ങൾ, ഉരകങ്ങൾ, സസ്തനികൾ, മറ്റ് ജീവജാലങ്ങളൊക്കെ നിലനിൽക്കുന്ന അതീവ സവിശേഷതയുള്ള ഒരു പ്രദേശമാണ്. വളരെ കാലം മുമ്പേ ഇവിടുത്തെ ജനങ്ങൾ ജീവിച്ചത് കരുവോട് ചെറുകൊണ്ടാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നെല്ല് കൊയ്യാൻ പോയിട്ട് കൂലിയായിട്ട് കിട്ടുക, അന്ന് പതെന്നാണ് പറയുക. അത് അളന്നിട്ട് വലിയൊരു ബാരലും ബാരലും കൊടുത്തിട്ട് ഓരോ വീട്ടിലും കർക്കിടക മാസത്തിൽ 5, 10, 4, 5, 8, 6 കുട്ടികളുള്ള വീട്ടിലൊക്കെ ഈ നെല്ല് കൊണ്ട് എല്ലാം കഞ്ഞിയും എല്ലാം അതിനെ കൊണ്ട് കഴിഞ്ഞുകൂടി അത് ഒക്കെ നശിക്കുകയാണ്. ഇത് പൊട്ടുകയെന്നുണ്ടെങ്കിൽ ഉറപ്പാണ്. ഒരു നാട് ഒട്ടാകെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ കരിങ്കൽ ഖനനം പുറക്കാമലയിൽ വേണ്ടെന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും പോലീസിനെ ഉപയോഗിച്ച് സമരസമിതി പ്രവർത്തകർക്കെതിരെ കള്ളക്കേസെടുക്കുകയും ഭീഷണിപ്പെടുത്തുകയുമാണ് ക്വാറി നടത്തിപ്പുകാരെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നിയമപരമായ പഴുതുകളും സമ്പത്തും അധികാര രാഷ്ട്രീയത്തിലെ സ്വാധീനങ്ങളും ഉപയോഗിച്ച് പ്രദേശവാസികളുടെ സാധാരണ ജീവിതം ഇല്ലാതാക്കാനാവില്ലെന്ന് പുറക്കാമല സംരക്ഷണ സമിതി ഓർമ്മപ്പെടുത്തുകയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.